വൈറലായത് നിങ്ങൾ ഒരേ ഒരു സഹായം കൊണ്ടാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ആരെന്നറിയാം? ബസ് വന്നു. യൂസഫ് മലിംഗ, ബുംറ, സച്ചിനാണോ? വിരാട് കോഹ്ലി, കളി കാണുന്നത് ഏതെയാണ്? അനിൽ കുംബ്ലെ, ശ്രീനാഥ്, കോഹ്ലി. അനിൽ കുംബ്ലെ. അനിൽ കുംബ്ലെയാണ്. സമ്മാനം തന്നില്ലെന്നും പറഞ്ഞുള്ള സ്നേഹം പോരുത്. നമസ്കാരം. 1000 ചോദ്യങ്ങളും കൈനിറയ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് 1000 ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് പാണന്റെ മുഖ്യ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനായക ഏജൻസീസാണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന സമ്മാനം നേടുവാനുള്ള ആദ്യ അവസരം ലഭിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളാണ്. അപ്പോൾ ക്രിക്കറ്റും ഫുട്ബോളും ഒക്കെ കാണാറുണ്ട്. സ്പോർട്സിൽ ഏതിലൊക്കെയാണ് നിങ്ങൾ സ്പോർട്സിൽ മികച്ചിരിക്കുന്നത്? ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാം കാണാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള ഈ സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്: അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ആരാടാ? ബസ് വന്നു. ഇന്ത്യൻ ബോളറാണോ? ഇന്ത്യൻ അല്ല. അല്ല. യൂസഫ് മലിംഗ, അല്ല. ലസിത മലിംഗ, ബുംറ. അപ്പോൾ എന്തായാലും മറ്റാരെങ്കിലും പറയാൻ നോക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ആരെന്നറിയാം? സച്ചിനാണോ? സച്ചിൻ അല്ല. വിക്കറ്റുകൾ നേടിയ വിക്കറ്റ് കീപ്പറാണല്ലേ? ശ്രീ വിനായക ഏജൻസീസിന്റെ സമ്മാനം നേടുവാനുള്ള മറ്റൊരു അവസരം ലഭിച്ചിരിക്കുന്നത് കുഞ്ഞുമോക്കും രാജേഷിനുമാണ്. കുഞ്ഞുമോളും രാജേഷും സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ മെയിൻ സ്ട്രീം ചാനലിലൂടെയും വൈറലായ താരങ്ങളാണ്. എങ്ങനെയാണ് വൈറലായല്ലേ? വൈറലായത് നിങ്ങൾ ഒരേ ഒരു സഹായം കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും ആയത്. എൻ്റെ വീട് പണി നടത്തി തന്നതും എല്ലാത്തിനും ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് കടപ്പാടും നന്ദി അറിയിക്കുന്നുണ്ട് ഈ അവസരത്തിൽ. കുഞ്ഞുമോളെ കഥ പറയുകയാണെങ്കിൽ ഞങ്ങൾ മുമ്പ് ഒരു ദിവസം ഇതുവഴി പോകുമ്പോഴത്തേക്ക് ഒരു കാഴ്ച കണ്ടു. അതിന് മറ്റൊരു ചാനലിന് വേണ്ടി ഒരു സ്റ്റോറിക്ക് വേണ്ടി പോകുമ്പോഴായിരുന്നു കുഞ്ഞുമോളെ എടുത്തിട്ട് വരുന്ന രാജേഷിൻ്റെ ഒരു കാഴ്ച കണ്ടു. അതിൽ നിന്ന് ഞങ്ങളൊരു സ്റ്റോറി ചെയ്തു. അത് കേരളം ഏറ്റെടുത്തു. ഇവരുടെ ദുരിതങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണുവാൻ സാധിച്ചു. ഇനി കുഞ്ഞുമോൾക്ക് ഒരു ജോലിയുടെ ആവശ്യമുണ്ട്. എനിക്കൊരു ഗവൺമെന്റ് ജോലി. കാരണം ഇപ്പം ഹസ്ബൻഡിന് വയ്യാതായി, ജോലിക്കൊന്നും പോകുന്നില്ല. ഇപ്പം വീണ്ടും പഴയ അവസ്ഥയാണ്. മോൻ്റെ പഠിത്തം. മോൻ ഇപ്പം കരോട്ടയ്ക്ക് പോകുന്നുണ്ട്. അതെൻ്റെ ഒരു ആഗ്രഹമാണ്. അതിൻ്റെ ഫീസ്, പോവാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എന്തായാലും ഇതെല്ലാം നമുക്ക് വഴിയെ ശരിയാക്കാം. അപ്പോൾ ഞങ്ങളുടെ കൈവശമുള്ള ഈ സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകണം. ചോദ്യം ഇതാണ്: അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ആരാണ്? സമ്മാനം തന്നില്ലെന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് വേണമെങ്കിൽ ഉത്തരം പറഞ്ഞാലല്ലേ തരാൻ പറ്റും. കളി കാണുന്നത് ഏതെയാണ്? അനിൽ കുംബ്ലെ, ശ്രീനാഥും അനിൽ കുംബ്ലെയുമല്ല, മറ്റൊരു താരമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ് ഉള്ള സ്നേഹം പോകരുത്, സമ്മാനം തന്നില്ലെന്നും പറഞ്ഞ് ഉള്ള സ്നേഹം പോകരുത്. അപ്പോൾ മറ്റൊരു അവസരത്തിൽ ഇതിൽ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനം നേടാം. ശ്രീ വിനായക ഏജൻസീസ് നൽകുന്ന മനോഹരമായ ഒരു സമ്മാനം ഞങ്ങളുടെ കൈവശമുണ്ട്. ഞങ്ങളുടെ ഈ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ നേടിയ താരം ആരാണ്? കോഹ്ലി. കോഹ്ലി. വിക്കറ്റ് ഔട്ടാക്കിയത് അനിൽ കുംബ്ലെ. മോഹൻലാൽ. വിക്കറ്റ് നേടിയല്ലേ? മോഹൻലാൽ. അനിൽ കുംബ്ലെയാണ്. അനിൽ കുംബ്ലെ അല്ല, അത് ശ്രീലങ്കയുടെ മുത്തയ്യ മുരളീധരനാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 800 വിക്കറ്റുകളും ഏകദിനത്തിൽ 534ഓളം വിക്കറ്റുകളും നേടി ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ കരസ്ഥമാക്കിയ ആ ക്രിക്കറ്റ് താരം മുത്തയ്യ മുരളീധരനാണ്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വേദികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ റജിനൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം.